Good morning, dear students. Today we are discussing about goods. We know that what is the meaning of goods? Simply, goods are those things which are mainly purchased by the businessman for reselling purpose. Okay, mainly it is purchased for reselling purpose. In other words, we can conclude that goods are the commodities in which the business deals. Okay, suppose in case of a clothes dealer who deal with the clothes, okay, there his goods is simply clothes, okay, because he deal with the clothes and he resell the clothes to customers. There his commodity is clothes. Okay, so the commodity purchased or the commodities deal by the businessman, this is simply known as goods. Okay, then in case of goods, first we considering purchase account. Okay, suppose when goods are purchased, instead of debiting goods account, purchase account is debited. Okay, already we discussed that. Actually, we are purchasing certain goods from other traders. Okay, when purchased goods, instead of debiting the goods account, in case of accounting, good account is never debited. Okay, നമ്മൾ അക്കൗണ്ടൻസിയിലെ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ല. ഗുഡ്സ് അക്കൗണ്ട് നമ്മൾ ഒരിക്കലും ഡെബിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ സപ്പോസ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെയാണ്, എത്രത്തോളം സ്റ്റോക്ക് ഗുഡ്സ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്, സോ പർച്ചേസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് അക്കൗണ്ടിങ്ങിൽ സ്പെസിഫൈ ചെയ്യില്ല, ട്രീറ്റ് ചെയ്യാത്ത ഒന്നാണ്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. Then purchase account is a nominal account. Okay, the nature of purchase account is nominal account, and while passing a journal entry, purchase account should always be debited. We know that purchase account should always be debited because of the rule of, we know that what is the rule? Debit all expenses and all losses. Okay, nominal account rule endana? Debit all expenses and losses, credit all gains and incomes. Okay, appo purchase account ivada nammal debit cheyunu because it is in the nature of nominal account. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഓൾ എക്സ്പെൻസസിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു എക്സ്പെൻസസ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പർച്ചേസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണെങ്കിൽ എന്തായിരുന്നു? പർച്ചേസ്ഡ് ഫർണിച്ചർ ആണെങ്കിൽ അവിടെ ഗുഡ്സ് എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്സ് എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഗുഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പർച്ചേസ്ഡ് ഫർണിച്ചർ അവിടെ എന്താണ് വാങ്ങിയതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഫർണിച്ചർ. സോ നമ്മൾ എന്തിനാ ഡെബിറ്റ് ചെയ്യണം? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഇൻ ദി സെയിം മാനർ ലുക്ക് ദി സെയിൽസ് അക്കൗണ്ട്. വെൻ ഗുഡ്സ് ആർ സോൾഡ്, ഓക്കെ, ഗുഡ്സ് നമ്മൾ സോൾഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റിംഗ് ഗുഡ്സ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. വി നോ ദാറ്റ് ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ അത്രയും ഗുഡ്സ് നമ്മളെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്ക് അത്രയും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റിംഗ് ഗുഡ്സ് അക്കൗണ്ട് വി ക്രെഡിറ്റിംഗ് ദ വിച്ച് അക്കൗണ്ട്? സെയിൽസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, sales account is also included in a nominal account. Okay, its nature is nominal account. So while passing a journal entry, sales account should always be credited. We know that the rule. Okay, സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ്? ഇൻകം കിട്ടണം. അപ്പോൾ ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണ് നിങ്ങൾ നോക്കേണ്ടത്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് കാണുമ്പോൾ വേറെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് ഗുഡ്സാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, സോ പർച്ചേസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ, ദെൻ സോൾഡ് ഗുഡ്സ്, ഗുഡ്സ് സോൾഡ് ചെയ്തു, ഗുഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് ഗുഡ്സ് ആണെന്ന്. സോ സെയിൽസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻകം. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് പർച്ചേസ് റിട്ടേൺ. സോ ഇൻ സർട്ടൻ കേസസ് ദിസ് അക്കൗണ്ട് ഈസ് ഓൾസോ നെയിംഡ് ആസ് റിട്ടേൺ ഔട്ട്വേർഡ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫൈ ചെയ്യുക റിട്ടേൺ ഔട്ട്വേർഡ് എന്നായിരിക്കും. ഓക്കെ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്. ഓക്കെ, ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് എന്തെങ്കിലും ഡീഫോൾട്ട് ഇനി മിസ്റ്റേക്സ് ഫൗണ്ട് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യണം. സോ പർച്ചേസ് റിട്ടേൺ. സോ റിട്ടേൺ ഔട്ട്വേർഡ് ഇറ്റ്സ് അനദർ നെയിം. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, ഇത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എന്താണ്? ബിക്കോസ് പർച്ചേസസ് കാരണമാണ് നമ്മളിതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
എക്സ്പെൻസസ് ആർ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ പർച്ചേസ് ചെയ്ത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് തരിക തന്നെയാണ് ചെയ്യുന്നത്. പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഡിഫോൾട്ട് കാരണം തിരിച്ചു തരുമ്പോൾ അത്രയും ഗുഡ്സ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട്സ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, പർച്ചേസ് റിട്ടേണിന് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസസ് അത്രയും റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസസ് റിഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ നാച്ചുറൽ നോമിനൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ. ഇപ്പോൾ സെയിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺ. ഇപ്പോൾ പർച്ചേസ് ഡെബിറ്റ് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യും. സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് അക്കൗണ്ട് ഈസ് ഓൾസോ നെയിംഡ് ആസ് റിട്ടേൺ ഇൻവേർഡ്. ഓക്കെ, റിട്ടേൺ ഇൻവേർഡ്, സെയിൽസ് റിട്ടേൺ inward. It's a nominal account and should always be debited because income, നമ്മൾ ഇൻകം ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സെയിൽസ് എന്താണ്, റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെയിൽസ് ആർ റിഡ്യൂസ്ഡ്. ഇറ്റ്സ് എൻ ഇൻകം. ഓക്കെ, സെയിൽസ് റിട്ടേൺ. ഓക്കെ, സെയിൽസ് റിട്ടേൺ ഇറ്റ്സ് എൻ ഇൻകം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, സെയിൽസ് റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസ് റിട്ടേൺ ഇറ്റ്സ് അനദർ നെയിം ഈസ് റിട്ടേൺ ഔട്ട്വേർഡ്. ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ ഇറ്റ്സ് അനദർ നെയിം ഈസ് റിട്ടേൺ ഇൻവേർഡ്. ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഡെബിറ്റഡ്. ഓക്കെ, ഇതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെയിൽസ് അത്രയും റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്. Then another classification of goods is stock. സ്റ്റോക്കിന് സ്പെസിഫൈ ചെയ്യാൻ മാത്രമുള്ള എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ ജേണൽ എൻട്രീസ് വരുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. There are two types of discount, trade discount and cash discount. Okay, in our basic terms in accounting we are discussed relating to these concepts. First one is trade discount. When a seller allowed trade discount, mainly it is allowed by the wholesaler or the manufacturer. Okay, it is allowed by the wholesalers or the manufacturer to the retailers at a fixed percentage on the listed price of goods. Okay, actually it is allowed by the manufacturer or the wholesalers to the retailers. Okay, at a fixed percentage. Okay, they allocate a fixed percentage, maybe 10%, 12%, 15%. Okay, on the listed price of the goods, actual price of the goods. അപ്പോൾ ആക്ച്വൽ പ്രൈസ് 1 lakh ആണെങ്കിൽ ആ 1 lakhനെ അവർ അലോക്കേറ്റ് ചെയ്യുന്ന 10% ആണെങ്കിൽ 1 lakh into 10/100 അതായിരിക്കും അവിടെ എന്താ ട്രേഡ് ഡിസ്കൗണ്ട്. ബട്ട് it is allowed when goods are purchased in bulk. ആക്ച്വലി ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴാണ് ട്രേഡ് ഡിസ്കൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബോത്ത് ഓൺ ക്രെഡിറ്റ് ആസ് വെൽ ആസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, നെവർ കൺസിഡറിങ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ, ദേ കൺസിഡറിങ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. ബട്ട് so it is related to the purchases and not to the payment. So trade discount is allowed by the manufacturer or the wholesalers to the retailers at a fixed percentage on the listed price of the goods. And this is mainly for the bulk purchase or the large quantity purchase. Okay, they considering both the credit and the cash transaction. I am giving an example. If a trader sell goods, the list price is rupees 1 lakh at a 20% trade discount for cash. The entry will be, അവർ എത്രത്തോളമാണ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് 20%. ദ ലിസ്റ്റഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് വി നോ ദാറ്റ് 1 lakh. സോ ഇതിന് എൻട്രി വരിക എങ്ങനെയാണ്, എൻട്രി വരുമ്പോൾ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിലെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, എന്താണ്, ക്യാഷ് സെയിൽസ് ആണ്. സെല്ലർ ദ ട്രേഡർ സെൽ ഗുഡ്സ് സോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്, ക്യാഷിനാണ്. ഓക്കെ, ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. എന്ത് കുറയും, സെയിൽസാണ്, അത്രയും സ്റ്റോക്ക് നമ്മുടെ കുറയും. ഓക്കെ, ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ്, ക്യാഷ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം.
പിന്നെ അതിലടുത്തൊരു അക്കൗണ്ട് ഏതാണ്? സെയിൽസ് അക്കൗണ്ടാണ്. ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്യാഷും പിന്നെ ഒന്ന് സെയിൽസാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോമിനൽ അക്കൗണ്ടാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇൻകമാണ്. ഓൾ ഇൻകംസിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ദെൻ ദ എമൗണ്ട്, എങ്ങനെ എമൗണ്ട് കണ്ടുപിടിക്കാം? 1 lakh into 20/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000 നമുക്ക് കിട്ടും. സോ ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് 20,000. സോ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. സോ 1 lakh minus 20,000. സോ 80,000 ആണ് എന്താണ് അവർ ടോട്ടൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 20,000 എന്താണ് അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. Got it. Then cash discount. What is cash discount? നമ്മൾ ബൾക്കായിട്ടുള്ള പർച്ചേസസിന് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അലൗഡ് ടു ദ കസ്റ്റമേഴ്സ്. ഓക്കെ, ആക്ച്വലി റീറ്റെയിലേഴ്സിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നതെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫോർ മേക്കിംഗ് പ്രോംപ്റ്റ് ഓർ ഏർലി പേയ്മെൻറ്റ്. ഓക്കെ, സോ ഫോർ prompt payment or early payment, the traders allowed a certain percentage as cash discount to customers. Such discount motivates the customers to make the payment at the earliest. Okay, ഇങ്ങനെ ഡിസ്കൗണ്ട് നമുക്ക് അറ്റ് എ ടൈം നമ്മൾ പേയ്മെൻറ്റ് നടത്തി വാങ്ങിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ വാങ്ങാൻ. സോ ഡിസ്കൗണ്ട് ഈസ് കൺസിഡർഡ് ആസ് എ നോമിനൽ അക്കൗണ്ട് ആൻഡ് സച്ച് ആസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് വെൻ ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നാൽ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോഴോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡിസ്കൗണ്ട് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ നമ്മളതിനെ ഡിസ്കൗണ്ട് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നാൽ ഡിസ്കൗണ്ട് അവർ റിസീവ് ചെയ്യുന്നു. ട്രേഡറെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടാം? ഡിസ്കൗണ്ട് കിട്ടാം. സോ അങ്ങനെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ക്രെഡിറ്റഡ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ്. ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അലൗഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസീവ്ഡ് ആകുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്. ദെൻ സംടൈംസ് ഈ കസ്റ്റമർ ഈസ് അലൗഡ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ഡിസ്കൗണ്ട് അലോക്കേറ്റ് ചെയ്യാണ്. അവരൊരു പർച്ചേസിന് അവർ ബോത്ത് ക്യാഷ് ഡിസ്കൗണ്ടും ക്രെഡിറ്റ് ഡിസ്കൗണ്ടും അവർക്ക് ലഭിക്കുമ്പോൾ ഫസ്റ്റ് വി considering the trade discount. Okay, trade discount is to be deducted from the price of the goods and then cash discount is to be calculated on the balance of the amount. Okay, രണ്ട് ഡിസ്കൗണ്ടും ഒരു പർച്ചേസിന് ലഭിക്കുമ്പോൾ ആദ്യം നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് എമൗണ്ട് എത്രയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാവൂ? ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, ഐ എം ഗിവിങ് എൻ എക്സാമ്പിൾ. If a seller or trader sell goods of the list price of 20,000 at a 10% trade discount and 2% cash discount, the net amount will be calculated as under. 20,000 ആണ് അതിൻ്റെ ലിസ്റ്റ് പ്രൈസ്, 10% ട്രേഡ് ഡിസ്കൗണ്ടും 2% ക്യാഷ് ഡിസ്കൗണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20,000 അല്ലേ. സോ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വി കൺസിഡറിങ് ദ ട്രേഡ് ഡിസ്കൗണ്ട്. സോ ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10%. സോ 20,000 into 10/100 that is 2,000. So 20,000 minus 2,000 is a trade discount. So 18,000. Okay, then they get cash discount also. So less cash discount at 2%. After considering the trade discount, this balance is using this balance we calculating the cash discount. So 80,000 into 2/100 360. So total price is 17,640. Got it? അപ്പോൾ മേ ബി ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ലിസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ബാലൻസ് ഫിഗർ ഉണ്ടാവും. ആ ബാലൻസിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാവും. അല്ലാതെ രണ്ട് ഡിസ്കൗണ്ടും ലിസ്റ്റഡ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഗോട്ട് ഇറ്റ്?